ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനാണ്. അപ്പം രാവിലെ തന്നെ ഉടച്ചേറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മത്തങ്ങയും ചെറുപയറും ഇട്ടിട്ട് ഉടച്ചേറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം മത്തങ്ങ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് പയർ തലേദിവസമേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ എടുത്ത് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടയ്ക്കുള്ള പാത്രമൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ജോലി പെട്ടെന്ന് ഒതുങ്ങുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് മിക്സിയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ പിന്നെ അരപ്പരയ്ക്കാനായിട്ട് തുടങ്ങിയാണ് കേട്ടോ. അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്ര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മഷി പോലെ അരയണ്ട കേട്ടോ. കുറച്ച് തരയരിപ്പ് വേണം, എങ്കിലേ ആ കറിക്കൊരു സ്വാദ് കാണുള്ളൂ. അപ്പോൾ ഞാൻ വെന്ത മത്തങ്ങയും ചെറുപയറും ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഉടച്ചു കൊടുത്തിട്ട് അരപ്പ് കറിയിലോട്ടും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് തിളയ്ക്കാനായിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഏത്തപ്പഴം ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതപ്പം ബോക്സിനകത്തോട്ടാക്കി ഞാൻ മാറ്റി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കടുക് വറുത്തൊഴിക്കുകയാണ് കേട്ടോ. ഒഴിച്ചെറിയിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചിടുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് കറിയിലോട്ട് താളിച്ചിടുകയാണ്. ഇനി നമുക്ക് പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കണം കേട്ടോ. 2 ദിവസം മുന്നേ ഞാൻ കാണിച്ചാൽ പയർ തോരനല്ലേ, അപ്പോൾ ഇന്ന് പയർ മെഴുക്കുവരട്ടിയാണ്. പക്ഷെ അധികം ഓടില്ല, അത് ഉറപ്പാണ്. എന്തായാലും പിന്നെ പയർ ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കടുക് പൊട്ടിച്ചിട്ട് പയറും സവാളയും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മീൻ വറുക്കുകയാണ് കേട്ടോ. മീൻ വറുക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ മത്തി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ പുരട്ടി വെച്ചേക്കുമായിരുന്നു. അത് മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ കിട്ടും. ഞാൻ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ അതിനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായേ. ഇനി അടുത്ത് മീൻകറി ഉണ്ടാക്കാം. മീൻകറി വങ്കടയാണ്. വങ്കട തിന്ന സങ്കടം മാറണമല്ലോ. അപ്പോൾ അത് മീൻകറി വെക്കുകയാണ്. അപ്പോൾ കുടംപുളിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമുളക് കീറിയിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, പരിപ്പല്ല ഉടച്ചേറി, മീൻ വറുത്തത്, പയർ മെഴുക്കുവരട്ടി, മീൻകറി, ഇത് ഇത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ ഊണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.